അനന്തപുരിയിലെ ശ്രീ മഹാഗണപതി ക്ഷേത്രങ്ങൾ. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അനന്തപുരിയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 18-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. യഥാർത്ഥ വിഗ്രഹം പത്മനാപുരത്ത് നായർ ബ്രിഗേഡ് പരിപാലിച്ചു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി. നിലവിലെ ക്ഷേത്രം ഇവിടെയാണ് നിർമ്മിച്ചത്. പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടുള്ള സാമീപ്യം ഈ ക്ഷേത്രത്തെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു. തടസ്സങ്ങളെ അകറ്റുന്ന ശ്രീ ഗണപതി ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രം മനോഹരമായ വാസ്തുവിദ്യയും ആത്മീയ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ്. ധർമ്മശാസ്താവ്, ദുർഗാദേവി, നാഗരാജാവ് എന്നിവരുൾപ്പെടെ മറ്റ് ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഉപക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ഇന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇന്ത്യൻ സൈന്യമാണ് പരിപാലിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തിന് തെളിവാണ്. കുലശേഖരൻ പിള്ളയാർ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ പാളയം പുന്നൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കുലശേഖരൻ പിള്ളയാർ ക്ഷേത്രം. ശങ്കരനാണ്. ഞാൻ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ഈ അമ്പലത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലുള്ള ഒരു ചരിത്രം ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത് നേരത്തെ ഒരു ദേവീക്ഷേത്രവും ഒരു മാടന്തമ്പുരാന്റെ ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗണപതി വിഗ്രഹം ഇവിടെ വരുന്നത്. പത്മനാഭപുരം പാലസ് അത് ബേസിക്കലി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന് അടുത്താണ് അത് വരുന്നത്. അത് തിരുവിതാംകൂടായിരുന്ന സമയത്ത് അതിന്റെ ഹെഡ് ഓഫീസ് തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരമാണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാര് അവിടെ ജോലി ചെയ്തത് കാരണവും അവര് ഈ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. അവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് പത്മനാഭപുരം പാലസ് കവടിയാറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് ജോലി ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരികയും ഈ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു 150 വർഷത്തിന്റെ പഴക്കമാണ് ഈ അമ്പലമായിട്ടുള്ളത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കൂടുതലും ഈ ഭക്തന്മാര് ഈ വർഷങ്ങൾക്ക് മുമ്പേ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരുന്നുണ്ട്. ആ ഗണപതി വിഗ്രഹത്തിന്റെയും ഈ ഇവിടെ നടക്കുന്ന പൂജകളുടെയും ഒരു പ്രത്യേകതയും ഈ അമ്പലത്തിന്റെ ഒരു വിശേഷണമായിട്ട് പറയാം. ഇപ്പൊ ഈ അമ്പലം ഇപ്പോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റിന്റെ താഴെയാണ്. പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഞാൻ സെക്രട്ടറിയാണ്, ജോയിന്റ് സെക്രട്ടറിമാരുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കുടുംബക്കാരാണെങ്കിലും നമ്മൾ പബ്ലിക്കിന്റെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റോട് കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെ സംഭാവനകളൊന്നും പോയി മേടിക്കുന്ന ഒരു പ്രാക്ടീസ് അമ്പലത്തിനകത്തില്ല. വരുന്ന ഭക്തജനങ്ങൾ അവരുടേതായിട്ടുള്ള സംഭാവന തരും, പൂജ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അമ്പലം റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാ ഭക്തന്മാരും എല്ലാ ആൾക്കാരും അമ്പലത്തിൽ വരിക. അമ്പലത്തിന്റെ ദേവദർശനം നിങ്ങൾക്കും കിട്ടുമാറാകട്ടെ. എല്ലാവർക്കും
മഹാഗണപതി ക്ഷേത്രം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രം.
വലിയശാല ശ്രീ മഹാഗണപതി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ വലിയശാലയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് വലിയശാല ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഓം വിഘ്നേശ്വരായ നമ. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീവരാഹം സബ് ഗ്രൂപ്പിൽപ്പെട്ട ശ്രീ കുന്നാണ്ടൻ മഹാഗണപതി ക്ഷേത്രം. ശ്രീ മഹാഗണപതി ഭഗവാന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.